ഹായ് മച്ചാമാരെ, ഇപ്പം എൻ്റെ കയ്യിൽ ഒരു നോക്കിയയുടെ കീപാഡ് ഫോണുണ്ട്. പക്ഷേ ഇത് ഫുള്ളായിട്ട് വെള്ളത്തിൽ വീഴുന്ന ഫോണാണ്. ഞങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. ഡിസ്പ്ലേയുടെ ഭാഗം മൊത്തം അതാണ്ടേ കണ്ടോ, വെള്ളം കയറിയിട്ട് ഇങ്ങനെ മൊത്തം നിറഞ്ഞിരിക്കുകയാണ് വെള്ളം. അപ്പോൾ കസ്റ്റമർ ആണെങ്കിൽ കുറേ നേരം ഇങ്ങനെ മാറ്റി വെച്ചിട്ട്, അതായത് രാവിലെ വെള്ളത്തിൽ വീഴുന്നു, ഉച്ചവരെ അങ്ങ് മാറ്റി വെച്ച് ഉച്ച കഴിഞ്ഞപ്പോൾ ബാറ്ററി അങ്ങ് എടുത്തിട്ട് അതിനുശേഷം ഒന്ന് ജസ്റ്റ് ഓൺ ചെയ്ത് ഒന്ന് മിന്നിയിട്ട് ഓഫായി എന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇനിയിപ്പം മഴക്കാലമല്ലേ, ഒരുപാട് പേർക്ക് ഇതുപോലെ സംഭവിക്കും ഉറപ്പായും. അപ്പോൾ മച്ചാനെ എന്തായാലും ഇത്രയും വെള്ളം കയറിയപ്പോൾ അതുകൊണ്ട് ബാക്കിലൊക്കെ ഉണ്ടോ, ഇത്രയും വെള്ളം കയറിയ ഫോണ് നമുക്ക് സർവീസ് ചെയ്ത് എടുക്കാൻ പറ്റുമോ തിരിച്ച്, അതായത് ഇത് രക്ഷപ്പെടുമോ എന്നുള്ളൊരു സംശയം ഒരുപാട് പേർക്കുണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിൽ വീഴുന്ന മൊബൈൽ കുറച്ച് നേരം വെയിലത്ത് ഉണക്കിയിട്ടോ അല്ലെങ്കിൽ അരിക്കകത്ത് മുക്കി വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആവുമെന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചിലർ ചെയ്ത് അത് സക്സസ്സും ആയിട്ടുണ്ട്. പക്ഷേ പിന്നീട് അത് കംപ്ലൈൻ്റ് ആവും. അത് എന്തുകൊണ്ടാണെന്നുള്ളതും നമുക്ക് ഇതിൻ്റെ ഫുൾ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം മച്ചാനെ. എന്നാൽ പിന്നെ ഞാൻ വർക്ക് തുടങ്ങുകയാണ്.